ഹായ് ഓൾ. ഇലക്ട്രിക്കൽ ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന ഒരു എക്സാമാണ് KSEB വർക്കറിന്റെ എക്സാം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് സെപ്റ്റംബർ 30-നാണ് എക്സാം വരുന്നത്. അപ്പം നമ്മുടെ മുന്നിൽ ഇനി ഏകദേശം ഒരു 55 ദിവസത്തോളം മാത്രമാണുള്ളത്. അപ്പം ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചു പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എക്സാമിനോട് അടുക്കുമ്പോൾ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് റിവിഷനിലും അതുപോലെ തന്നെ മാക്സിമം മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നതിലും ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നോ, എത്രത്തോളം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുന്നോ, അത്രയും നിങ്ങൾക്ക് ആ എക്സാം ഹോളിൽ നിങ്ങൾക്ക് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവും. നിങ്ങൾ വെറുതെ ഒരു പോർഷൻ പഠിച്ചുകൊണ്ട് പോയി മാത്രം പോരാ, നിങ്ങൾ അതിൽ നിന്നുള്ള അത് റിവൈസ് ചെയ്യുകയും അതിൽ നിന്നുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുകയും വേണം. അപ്പം റിവിഷന്റെയും മോക്ക് ടെസ്റ്റിന്റെയും ഇമ്പോർട്ടൻസ് വളരെ വലുതാണ് നമ്മളുടെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇട്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ, ഇനി വരുന്ന 50-55 ദിവസം നിങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് തന്നെ പഠിക്കുക. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ടിനായിട്ട് ഏണസ്റ്റ് അക്കാഡമിയിൽ ഒരു KSEB വർക്കറിന്റെ ഒരു ഫൈനൽ ടച്ചപ്പ് ക്യാപ്സ്യൂൾ നമ്മൾ കോഴ്സ് ലോഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസും അതുപോലെ മോഡൽ എക്സാംസും മൊഡ്യൂൾ ടെസ്റ്റുകളുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും കിട്ടുന്നുണ്ട്, അതുപോലെ മൊഡ്യൂൾ വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കിട്ടുന്നുണ്ട്, പിന്നീട് മോഡൽ എക്സാംസ്, മൊഡ്യൂൾ ടെസ്റ്റുകൾ, ഇത്രയാണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൂടെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ കോഴ്സ് ജോയിൻ ചെയ്യുന്നതിന്, നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനുമായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പം മറക്കാതെ എല്ലാവരും ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.